ഈ ബംഗാൾ കരതൊട്ട കാറ്റിൻ്റെ സഞ്ചാരപാതയുമായി നമുക്കൊപ്പം ചേരുന്നു. പ്രജിൻസി കണ്ണൻ, ഗുഡ് മോർണിംഗ്. എവിടെയാണിപ്പോൾ ഈ കാറ്റ്? എസ് കെ, വളരെ കൃത്യമായി തന്നെ പറയാം. ഇപ്പോൾ കൊൽക്കത്തയ്ക്ക് സമീപമാണ് ഈ കാറ്റിൻ്റെ ഐ ഓഫ് സൈക്ലോൺ, അതായത് അതിൻ്റെ കേന്ദ്രഭാഗം എത്തിയിരിക്കുന്നത് ഈ മാപ്പിങ്ങിൽ വളരെ വ്യക്തവുമാണ്. നമുക്കറിയുന്നത് പോലെ ബംഗാൾ ഉൾക്കടലിൽ മധ്യഭാഗത്തായി രൂപം കൊണ്ടൊരു ന്യൂനമർദ്ദം, പിന്നീട് അത് ശക്തി പ്രാപിച്ചൊരു ചുഴലിക്കൊടുങ്കാറ്റായി മാറുന്നു. അതിന് റമൽ എന്നാണ് പേര് നൽകിയത്. ആദ്യഘട്ടത്തിൽ അത് ഈ വടക്ക് പടിഞ്ഞാറൻ ദിശയിലായിരുന്നു സഞ്ചരിച്ചത്. പിന്നീട് അത് ചെറുതായിട്ടൊന്ന് ഗതി മാറി വടക്കോട്ട് മാറി ഇപ്പോൾ വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ രീതിയിൽ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 11 മണിയോടുകൂടിയാണ് ഇത് കരതൊട്ട് തുടങ്ങിയത്. ബംഗ്ലാദേശിനും ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിനും ഇടയിലായുള്ള തീരമേഖലയിലൂടെ ഇത് അടിച്ച് കയറുകയായിരുന്നു കരയിലേക്ക്. ഏതാണ്ട് 110 km/h അത്രയും വേഗത്തിലായിരുന്നു കാറ്റിൻ്റെ ആ സമയത്തെ വേഗം. അത് പിന്നീട് ഈ മേഖലയിലേക്ക് കടക്കുകയും കരയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തന്നെ സാധാരണഗതിയിൽ എല്ലാ സൈക്ലോണുകളും സംഭവിക്കുന്ന പോലെ തന്നെ ശക്തി ക്ഷയിക്കുകയും ആ രീതിയിൽ ഇപ്പോൾ ശക്തി ക്ഷയിച്ചു വരുന്നു എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്തയ്ക്ക് സമീപം ഇപ്പോൾ ഈ ഐ ഓഫ് സൈക്ലോൺ നമുക്ക് കൃത്യമായി കാണുകയും ചെയ്യാം. അവിടെ വളരെ വ്യക്തമായി കാറ്റിൻ്റെ വേഗവും അടയാളപ്പെടുത്തുന്നുണ്ട്. അത് ഈ രീതിയിൽ ഔട്ടറിലേക്ക് വരുന്നതോടും ഏറ്റവും കൂടുതൽ വേഗം കൈവരിക്കും. ഇത് ഇപ്പോൾ കാണുന്നത് പോലെ ബംഗ്ലാദേശിലൊക്കെ 61 km/h ഇപ്പോഴും കാറ്റ് വീശുന്നുണ്ട്. പക്ഷേ ഈ കൊൽക്കത്ത മേഖലയിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഇപ്പോൾ കാറ്റിന് ചെറിയ രീതിയിലുള്ള ശമനമുണ്ട്. അവിടെ ഇപ്പോൾ ഒരു 1 km/h ഒക്കെയാണ് ഈ ഐ ഓഫ് സൈക്ലോണിൽ. സ്വാഭാവികമായും ഐ ഓഫ് സൈക്ലോണിൽ ഏറ്റവും കാറ്റിൻ്റെ വേഗം കുറവായിരിക്കും. ആ രീതിയിൽ കൊൽക്കത്തയിൽ ഒപ്പം തന്നെ അതിന് സമീപ പ്രദേശം ഹുബ്ലി, ഹൗറ ഒക്കെയുള്ള മേഖലകളിൽ ഇപ്പോൾ കാറ്റിൻ്റെ വേഗം കുറഞ്ഞു വരുന്നുണ്ട്. വരും മണിക്കൂറിൽ ഇനിയും ഇതിന് ശക്തി ക്ഷയിച്ച് അത് ദുർബലമായി പോകുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഇനി പലരും ചോദിക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇല്ല, ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ ഘട്ടത്തിൽ കേരള തീരത്ത് ഉണ്ടാവില്ല. കാരണം വളരെ മാറി പടിഞ്ഞാറ് ഭാഗത്തായാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. നേരെ വടക്ക് കിഴക്കൻ മേഖലയിലേക്കാണ് ഈ കാറ്റിൻ്റെ സഞ്ചാരഗതി ഉള്ളതുകൊണ്ട് നമ്മളെ ബാധിക്കാതെ തന്നെ ഈ കാറ്റ് കടന്നു പോകുമെന്നാണ് അറിയുന്നത്. നേരത്തെ ഉണ്ടായ കൊടുങ്കാറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ഇത് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഏതാണ്ട് 1,00,000-ലധികം ആളുകളെ ഈ തീരമേഖലയിൽ നിന്ന് നേരത്തെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഒന്ന് കൊൽക്കത്ത, അതോടൊപ്പം തന്നെ ഭുവനേശ്വർ, ഒഡീസയിലെ മറ്റ് കേന്ദ്രങ്ങൾ, ഒപ്പം ത്രിപുര, ഇതെല്ലാം തന്നെ ഈ സഞ്ചാരഗതിയിൽ അല്ലെങ്കിൽ കൂടി അതിൻ്റെ പ്രഭവം അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്ന മേഖലകളാണ്. അവിടെയെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഏതാണ്ട് 14 NDRF ടീമുകളെ ഈ മേഖലയിൽ വിന്യസിക്കുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളേതും ഇല്ലാതെ കടന്നുപോകും കാറ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വരും മണിക്കൂറിൽ ഇനിയും ശക്തി ക്ഷയിച്ച് ഇത് ദുർബലമായി പോകും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കാലാവസ്ഥാ വിവരം. SK. ഓക്കെ, താങ്ക് യു പ്രജിൻസി കണ്ണൻ.